ഞാൻ നല്ല കുപ്പായ കിട്ടുന്നില്ലേ? സർപ്രൈസ് അല്ലേ? കാക്കു കണ്ടിക്കണേ ചിലപ്പോ കാക്കുവിന് കത്തിക്ക ഓർമ്മ ഉണ്ടാകും. പക്ഷെ സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. അത് അടിപൊളി സർപ്രൈസ് ആട്ടെ നമ്മള് കൊടുക്കാൻ കരുതിയിരിക്കണേ. നോക്കൊന്ന് വേഗം വാ. ടീഷ ഇവിടുന്ന് വീണിട്ട് ഓള് കരച്ചിലും നിർത്തണില്ല, ഛർദിച്ചോണ്ട്. വേഗം വാ. അനുവാണെങ്കിൽ പോവും ചെയ്തിക്കണ്. പെട്ടെന്ന് കേട്ടോ. കുട്ടി കൊടുക്കണതൊക്കെ കേക്ക് കേക്ക് ചെറിയൊരു ഗിഫ്റ്റ് അപ്പിന്റെ കായ കാക്കുവാ ഇന്നെങ്കിലും ആ ഗ്യാസ് ഞാൻ പറഞ്ഞൊരു വട്ടം ഞാൻ ആക്കി തരാന്ന് കേട്ടോ. ഗ്യാസ് നിറച്ച് കിട്ടിയാ പോരുന്ന്. അങ്ങനെ തന്നെ 2 ദിവസം എവിടേലും ഒരു അങ്ങാടി കട പോയ അപ്പ വിളിച്ച് പിന്നെ ഗ്യാസ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പിന്നെ ഗ്യാസ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാണ്ട് പിന്നെ ഗ്യാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിളിച്ചാണ്ട് പിന്നെ ഗ്യാസ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം അതിന്റെ ടൈം ആവുമ്പോ കേട്ടോ. എനിക്ക് ഗ്യാസ് ഒക്കെ നിറച്ചെന്നാ പോരെ, അല്ലെ എനിക്ക് മുണുങ്ങല്ലേ ഇവിടെ എത്തിച്ചെന്നാ പോരെ. അതും നിങ്ങൾ എത്തിച്ചേരുന്നില്ല. ഉച്ചക്ക് ചോറിന് ഞങ്ങൾക്ക് ആകെ 5 പൊറാട്ട. ഇവിടെ 20 ആൾക്ക് 5 പൊറാട്ടയും കൊണ്ടുവന്ന ആളാണ്. എന്നാണ് ഞാനതിന് മക്കൾ ഇത്ര മക്കളെല്ലാം എനിക്കറിയില്ലല്ലോ. ഓലെല്ലാരും പാടെ അത് പറയുമ്പേ നോക്ക് 1000 റുപ്യ ഒരു ദിവസം കിട്ടണത്. അപ്പൊ അതിനനുസരിച്ച് ചെലവ് നോക്കിക്കോ. എന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ 1000 റുപ്യ ഒരു ദിവസം എനിക്ക് ചെലവാക്കാൻ പറ്റുന്ന പൈസ എന്നാ പറഞ്ഞത്. അതിന്റെ മേലേക്ക് ചെലവ് വന്നാല് ഞാൻ അറിയില്ല എന്നാ പറഞ്ഞത്. ഇജ് പറഞ്ഞ ഞങ്ങൾ എന്താ പറഞ്ഞേ? ഇജ് പറ യു പറ ടീഷ യു പറ. ഇത് നിങ്ങള് സത്യം മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു പെണ്ണിന് 1000 റുപ്യ വരെ ചെലവാക്കാനുള്ള അനുമതി കൊടുത്തിട്ട് ഓള് 1500 2000 ചെലവാക്കിച്ചാണ്. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഗ്യാസ് ഇല്ലാത്തോണ്ട് തന്നെ. അതിന് വാശിനോട് വാശി പിടിച്ചാണ് മീഷോയിലൊക്കെ ഓള് ഓരോ ഡ്രസ്സുകളാണ്ട് ഓർഡർ ചെയ്യും. പക വീട്ടാന് അങ്ങനെ പറയാനല്ലേ. കുട്ടികൾക്ക് ഇടാൻ വേണ്ടി 4 ടീഷർട്ട് ഓർഡർ ആക്കിയിരിക്കണേ. എന്തിനാ കുഞ്ഞോളെ? എവിടെ ഏതാ കളറ്? പച്ച മഞ്ഞ. അനക്കുണ്ടോ? അനക്കുണ്ടോ? ശിശയ്ക്ക് 2 ഉണ്ടെന്നാണ്. നിങ്ങളൊക്കെ അങ്ങോട്ട് അർമ്മതിച്ച്. അല്ല ഞാൻ ഇപ്പൊ ഗ്യാസും കുറ്റി അവിടുന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവന്ന് ഇതില് ഒക്കെ നിറച്ച് വെച്ചപ്പോഴാണ് ഓള് വന്നാണ്ട് ഓളൊരു മാനേജർ ആയാലും അവിടെ മാനേജർ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത്? ഓർമ്മ വെച്ച ഒരു ദിവസം കുഞ്ഞോളെ ഗ്യാസ് നിറക്കണ്ടേ വെച്ചുകൊണ്ട് വന്നിക്കണോ? വിളിച്ചുമ്പോ എങ്ങനെ ചീത്ത അറിയാൻ തിരക്കടില്ല നിങ്ങള്. ഗൈസ് ഇതിനൊക്കെ എതിരെ നിങ്ങൾ ശബ്ദിക്കണം കേട്ടോ. ശബ്ദം ഉയർത്തണം കമന്റില്. അൻസിഫ് ഞങ്ങളുടെ മുത്താണ്, അവനോട് ചൂടായാൽ ഞങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ കമന്റ് ചെയ്യൂ. എങ്കിലേ ഇതിനെതിരെ എനിക്ക് പോരാടാൻ കഴിയൂ. എന്നിട്ട് ആ പേരും പറഞ്ഞു എന്റെ സബ്സ്ക്രൈബറെ നീ കുറച്ചില്ലേ എന്ന് പറഞ്ഞ് അവളെ നമുക്ക് പഞ്ഞിക്കിടാം. ഇങ്ങക്ക് എങ്ങനെ അറിയോ? ഇപ്പൊ മുണ്ടേരിന്ന് ആ ഗ്യാസ് അവിടെ ഉണ്ട്, ഗ്യാസ് കുറ്റി കൊണ്ടുവന്നുണ്ട്. അപ്പൊ അതാണ് തീരട്ടെ, എന്നിട്ട് നിറക്കാൻ അടുത്തത്. നിങ്ങളത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ അതാണ് കയ്യട്ടെ. അങ്ങനെ ഒരു മടിയനെ ഞാൻ ഗ്യാസ് എന്നൊക്കെ പറയുമ്പോ സകല സാധനം അതൊന്നല്ല ചെറിയ ഗ്യാസും കുറ്റി മതി. നിങ്ങളൊക്കെ എന്താ പച്ചാക്കണേ? അതുകൊണ്ടാണ് 2 ദിവസം ഇവിടെ കഴിഞ്ഞത്. പക്ഷേ ഓള അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ തീരെ പെരീക്ക് നോക്കാതെ ഓളമ്മയാണ് അല്ലെങ്കിൽ ഓളെ പെരക്കാരാണ് ഇവിടെ പെരീക്കിലെ ഗ്യാസ് വരെ നടക്കണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവിടെ ഗ്യാസ് കഴിഞ്ഞപ്പോ ഓക്കെ അതേമാതിരി പെട്ടെന്ന് എമർജൻസി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവിടെ വെറുതെ നടക്കുന്ന ഒരു ഗ്യാസ് കുറ്റി വെച്ചു. അത്രേ ഉള്ളൂ. നോക്ക് അതില്ലെങ്കിൽ നിങ്ങള് ഗ്യാസ് കഴിഞ്ഞിന്റെ പിറ്റേന്ന് തന്നെ ഞങ്ങള് നിറച്ച് കൊണ്ടുവന്ന നിങ്ങളെന്താ പറയാ ഉണ്ടല്ലോ ഇനി അതാണ് കയ്യട്ടെ. നിങ്ങളെ മൈൻഡ് എങ്ങനെയാണ്? എന്തേലും ചെറുതുണ്ടേ അന്ന് അതാണ് കയ്യട്ടെ. അങ്ങനെയല്ല നിങ്ങൾ കൊണ്ടുവന്നില്ല നോക്കൂല, ഇഞ്ച് പെരക്കാരാണ് നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ മൈൻഡാണ് ഞാൻ പറഞ്ഞത്. അതെന്താ നമ്മളെ ഇടങ്ങാറാവുമ്പോ എടുക്കാന്നുള്ളതാണ്. ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഒരു തരിമണി കൊടുക്കേണ്ട ചോറ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തിനാണ് പറഞ്ഞ വീഡിയോക്ക് നിക്കണ്ടെന്നാണ് പറഞ്ഞു. ഇബ്രാഹിം എന്തിനാടാ കുട്ടികളെ കേടെടുത്തി കഴിച്ച്? എനിക്കൊന്നുമില്ല ഈ ഭൂമിയില്.
എന്റെ കുട്ടികൾ ഒരു വശീകരിച്ച് കൊണ്ടുപോയി. ഞാകല്ലേ എനിക്കല്ലേ ശക്തിക്കുള്ളത് ഈ ടീഷ ബേബിയാണ്. ഓളാണെങ്കിൽ അപ്പിടുമ്പോ എനിക്കോളം വേണ്ടേനു. അപ്പൊ പിന്നെ മറ്റോളെ വിളിച്ചേണ്ടി വരികയാണ്. കാരണം ഞാൻ ഒന്ന് അടുപ്പിച്ച് വരുമ്പോഴത്തേനും ഓളെ അപ്പിട്ട് കണ്ട ആ ഗർപ്പൊക്കെയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ അപ്പി കഴിക്കണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ അപ്പൊ കുഞ്ഞോളെ വിളിച്ചു. ഞാൻ വോട്ട് ചെയ്തോ? ചന്തിയോണ്ടേ കാരം എന്താണ്? ആ എവിടുന്ന് വോട്ട് ചെയ്ത്? കളർ സമയത്താക്കിക്കണല്ലേ? തുള്ളിമരുന്നോ പോളിയോ പോളിയോ എപ്പോഴോ രാവിലെ വന്നീന് ടീച്ചർ. ഇവർക്കൊക്കെ കൊടുത്തോ? പോളിയോ കൊടുത്തോ? ജിബ്രാൻ കിട്ടിയോ? പോളിയോ വേറെ ഇട്ടിക്കണോ? ഞങ്ങളൊക്കെ വലുതായില്ലേ? നിങ്ങൾക്കൊന്നും പോളിയോ ഓൾറെഡി ചെയ്തതാണ്. ഒരു തുള്ളിയാണ് ഉണ്ടാവും. ഞാൻ എനിക്ക് തരും. പക്ഷെ ചന്തിമലിക്കാരൻ വരക്കപ്പ എന്നോട് എനിക്ക് വേണോ? അവിടുന്ന് അറിയിക്കോ? അവിടുന്ന് മൂതി വെച്ച് പോകും. CHNDHI ഇക്കാരൻ വരക്ക. CHNDHI. ഓക്കെ ഇബ്രുവിന്റെ മുന്നിൽ ഞാൻ ചന്തിന്ന് പറയില്ലെന്ന് പറഞ്ഞു. കാരണം അതിന്റെ സ്പെല്ലിങ് പറഞ്ഞത് CHNDHI ചന്തി എന്നില്ലേ. മറ്റേ ചിലക്ക് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ ചന്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്രയൊരു നികൃഷ്ടമായ ചാനലായി മാറുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി ചന്തി എന്നുള്ളത് പറയില്ല. ചന്തിക്ക് വേറെ CHNDHI പറഞ്ഞു. എന്ത് പത്രാട്ടം പറഞ്ഞു വെച്ചോക്കാം. വീഡിയോന് മുമ്പ് പറഞ്ഞാലുണ്ടല്ലോ സബ്സ്ക്രൈബർ തന്നെ ഉണ്ടാവില്ല. എടാ ഇപ്പച്ച അങ്ങനെ പറയോ? വീഡിയോന്റെ മുന്നിൽ പറയുവോ ചന്തിന്ന്? ഇപ്പഴല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് വീഡിയോന്റെ മുന്നിന്നല്ല, അത് നിങ്ങളെ മുന്നിന്ന്. പിന്നെ അങ്ങനത്തെ വാക്കുകള് അത് കുറച്ചൊക്കെ ഇനി നിങ്ങളെ മുന്നൊന്നും പറയില്ല, സബ്സ്ക്രൈബേഴ്സിന് മുന്നൊന്നും പറയില്ല. ഒക്കെ ഞാൻ CHNDHI. ഓക്കെ എന്ത് എത്ര വട്ടം? 3 വട്ടം പറഞ്ഞിട്ടുള്ളൂ. നുണ പറഞ്ഞവരുടെ നാവ് അള്ളാഹു പിഴുതെടുക്കും. ഇനി എന്താ പറയല്ലേ? എത്ര വട്ടം? മരുന്ന് വന്നപ്പോ തുപ്പിച്ച് പോളിയോ മരുന്ന് ഇറക്കിയോ? തുപ്പരുതട്ടോ. ഓള് തുപ്പിനെയോ? രണ്ടാമത് കൊടുക്കേ? എനിക്കറിയില്ല. അപ്പൊ എങ്ങനെ അറിഞ്ഞത്? ജിബ്രാൻ അവിടെ ഉണ്ട്. അതല്ല പറഞ്ഞത്, ജിബ്രാൻ അവിടെ ഉണ്ട്. SONU സോനു. അപ്പൊ ഗൈസ് സോനു വേദിയിൽ എത്തിയിട്ടുണ്ട്. സോനു എന്താ എനക്ക് ഉത്തരവാദിത്വം തീരല്ല. ഇപ്പൊ തന്നെ പറഞ്ഞുതരാ. എനിക്ക് സ്കൂൾ ഇട്ട് വന്നാ ഞങ്ങളെന്നെ വിളിച്ചിങ്ങനെ ഞങ്ങള് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ എത്ര സമയോ? ഓൻ എന്ന് 4:30 ബസ്സിന് ഓന് പോരാ. എന്നിട്ട് അവിടെ കുട്ടികളെ മുട്ടായി ഉണ്ടാക്കാൻ നിക്കും. പക്ഷെ അതിന് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞത്. ഇവിടെ കാരണം ഓന് ബാക്കിയുള്ള ടൈമൊക്കെ ഓന് സ്കൂളാണ്. ആർക്കും ഓന് പാർട്ട് ടൈം ജോബ് കിട്ടൂല. നമ്മളെ ഇവിടെ മുത്തൂനൊക്കെ അവിടെ സൂപ്പർ മാർക്കറ്റില് ഫുൾ ടൈം അരിച്ചാക്കി ഏറ്റണീന് ഓനെ ആകെ 350 റുപ്യ കിട്ടാ. 2 നേരം പാർട്ട് ടൈം ആയിട്ട് പോണേന്. ഇവനെ ഈ ക്യാമറയും പിടിച്ച് ഓ ഉണ്ടല്ലോ അരിച്ചാക്കിന് വരെ ആകെ മൊബൈൽ ഏറ്റണ പണിയുള്ളൂ. 4:45 എത്തോടെ. അതാണ് ഒന്നാമതി. 5 ഞാൻ ആ ഗ്യാസും കുറ്റിയൊക്കെ ഇവനെ കൊണ്ട് പൊടിപ്പിച്ചണം കരുതീനി. ഇതിക്ക് വെക്കാൻ ഇനി വന്നിട്ട് തരാം. ഗ്യാസ് നിറച്ച് തരട്ടെ. അപ്പോഴത്തേനും ഒക്കെ ചായക്കടി കൊണ്ടുവന്ന് കൊടുക്ക്. അരി കഴിഞ്ഞിക്കണോ? എന്നാ നമ്മളിത് അവൻ്റെ അടുത്ത് കൊടുത്തേച്ചളാ. OTP പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? എന്റെ ഫോണിൽ വിളിച്ചാൽ മതി. ഈ ഇബ്രാഹിം വെറും മാണ്ടാത്ത പണിക്കും കേട്ടോ. OTP പറഞ്ഞു കൊടുത്തോളാം കേട്ടോ സോനിയോ. എന്നിട്ട് വേഗം കൊണ്ടുപോട്ടോ. ഇവിടക്കല്ലേ വാങ്ങിക്കോ. പൈസ കൊടുത്തോളാം. ആ ഒരു 200 റുപ്യ എടുത്താൽ മതി. 100 റുപ്യേൻ്റെ ഉള്ളിലാവുള്ളൂ. ജയ് എന്താ അതേപോലെ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ ഞങ്ങളെ കാർഡ് കൊണ്ടുപോകണ്ട. കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. അതിൻ്റെ നമ്പർ ഇട്ടാൽ മതി. നമ്പറുള്ള ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ ആയിക്കോട്ടെ ഗ്യാസ് അരച്ചിട്ടെ. ഇനിയിപ്പോൾ നമ്മൾ സമയം വൈകിക്കണേ. എപ്പോഴാണ് അവ അടക്കലോ? പാമ്പേഴ്സോ? ഗ്യാസിൻ്റെ ബുക്ക് വേണം. അപ്പം എന്താ എനിക്കറിയില്ല റാഷിദ CP അല്ലെങ്കിലേ നേരല്ല. വേണമെങ്കിൽ വേഗം എടുത്തു കൊടുന്നോ. വേഗം എടുത്തു കൊണ്ടുവന്നോ. വേണമെങ്കിൽ അടക്കും. നിന്നോട് പറയരുത്.
കാണാം. ഇനി ഞങ്ങളെ നഴ്സറി പുതിയ നഴ്സറിക്ക് ഞങ്ങൾ പോലെ ആദ്യം ഒന്ന് പെരയുന്ന മിറ്റത്തേക്ക് ഇറങ്ങി വെച്ചു കുറച്ചു നേരം പെണ്ണുമ്മേ. എന്നാൽ ഞാൻ അടുത്ത മാസം അതിന് സ്കൂൾക്ക് വിടുകയാണല്ലോ അന്നീനൊക്കെ. അത് വെറുതെ തൊള്ളിൽ വെച്ചാണ്ട് കയറാൻ നിൽക്കണ്ട ചുണ്ടുമ്പ് കൂടെ കേട്ടോ. കുട്ടികൾക്കൊന്നും അനുസരണ പറഞ്ഞ സാധനമല്ല. എങ്ങനെ ബലം ഇങ്ങനെ ആയതെന്നില്ല ഒരു സംശയം, ഒരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ എങ്ങനെ കുട്ടികൾ ഇങ്ങനെ ആയതെന്നുള്ളത്. ഒരു അലവലാതി സ്വഭാവമായിരിക്കുന്നു ഗൈസ് കുട്ടികൾക്കൊക്കെ, എന്താ അറിയില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്യാസ് നിറച്ച് വന്നിരിക്കുകയാണ്. റാഷിദ CP സമാധാനമായില്ല എനിക്ക്? എനിക്ക് എത്ര കുറ്റിയാ വേണ്ടിയെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ എന്നോട് 2 കുറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? അറിയില്ലല്ലോ. എന്താണ് ഗ്യാസ് കഴിഞ്ഞിട്ട് ആ മറ്റിന്റെ ചെറിയ ഗ്യാസ് ആ ഗ്യാസിക്ക് നടക്കുക 2 ഗ്യാസായി. ഭയങ്കര ബുദ്ധിയാണല്ലോ പനി. ഞാൻ കരുതിനിപ്പം പൊട്ടനാണെന്ന്, പക്ഷെ കരുതിയിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. ഇത് ഞാൻ ജിബ്രാനാണ് എഴുതിക്കിട്ടെന്നാ ഇനായാണ്. അതല്ലേ ഓല് ഇതിൽ കൂടെ വന്നീന് ഇന്നും കൂടി ഗ്യാസ് വണ്ടി കൊണ്ട്. അപ്പൊ ആദ്യം ഒരു നമ്പർ തരാൻ, ആ നമ്പറിൽ ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ച് വെച്ചാൽ മതി. അപ്പൊ ഓല് ഇവിടെ എത്താൻ നേരത്ത് വിളിക്കും എവിടെയാണ് പേര് വെച്ചാണ്ട്. അപ്പൊ അതിന് സെയിം കളറല്ലേ. അപ്പൊ ഗ്യാസ് മാറ്റട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ഇബ്രാഹിം നമ്മളോട് കടലാസ് പെൻസിൽ കൊണ്ടുവരാൻ പറയുന്നത്. പക്ഷെ ഞാൻ പീടിയിൽ കയറിയില്ല, ഗ്യാസ് കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പാഞ്ഞു പോയതേന്. അതേപോലെ എൻ്റെ സാധനങ്ങളൊക്കെ മുത്തു കൊണ്ടുവന്ന് വരും, പീടിയത്തെ മുത്തു. ഓന് പെരേക്ക് വരുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ കൊണ്ട് വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന് തരാറങ്ങനെ. ഞാൻ ചീട്ടവിടെ കൊടുത്തു പോയിക്കും. ഓക്കെ ഉണ്ടാന്ന് അനക്കല്ല പിരാന്തുണ്ട് ഇബ്രാഹിമേ. അനക്ക് ഇപ്പൊ എഴുതാൻ കടലാസ് പെൻസിലില്ലേ? ഓനിപ്പോ അവിടെ എഴുതാൻ പെൻസിലില്ലേ? ഒറ്റ പെൻസിലില്ല. ഗ്യാസ് കുറ്റി മാറ്റട്ടെ ഞാന്. സോന നിൽക്കണ അതുകൊണ്ട് ഇനി ഗ്യാസ് കുറ്റി പിടിച്ചാൽ ഒരാളായി. ഗൈസ് നമ്മൾ ഇബ്രാഹിമിന് കടലാസ് പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതായിക്കോ എടുത്തെടുക്കട്ടെ. അത് ഞാൻ ലോക്കോ ഒരു സൈഡ് ഞാൻ പിടിച്ചടാ. ഇബ്രാഹിമേ ആ കുട്ടിനെ കൊണ്ടുപോയി വെച്ചേക്ക് അവിടെ. അതിൽ കടലാസ് പെൻസിലും ഇതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ, മായ്ക്ക റബ്ബറും ഇതൊക്കെ. ആ കുട്ടിനെ വാങ്ങിക്കടി റാഷിദ. ഇജ്ജെവിടുക്ക പോയത്? ഞങ്ങൾ ഈ റിസ്ക് എടുക്കണമെന്ന് വീഡിയോ എടുക്കാനൊരു മനസ്സിലല്ലോ അവിടെ അല്ലേ? ഞങ്ങൾ ഈ ഗ്യാസും കുറ്റി മാറ്റണമൊന്നും ഇതാക്കണ ഒരു ആളില്ലല്ലോ ഇവിടെ അല്ലേ? ഇതൊന്നും ഇപ്പൊ വീഡിയോ എടുക്കാനൊരു മനസ്സിലല്ലോ. എന്നാ എന്ത് നിങ്ങളൊന്ന് മേലാണെങ്കിൽ ഒരു വേണ്ടി വരും, അത് വേണ്ടി വരും. നീ മൈക്കച്ചോ ഏതായാലും ഞങ്ങളെ പറ്റി ഇങ്ങനെ തത്ത ചിലക്കണേ ചിലക്കുമല്ലേ. സോനിയോ ഇവിടെ ഇങ്ങനെ കുളത്തി പിടിച്ചാൽ മതി. ഓക്കെ നിങ്ങളെല്ലാം എടുക്കണത് ഓനൊറ്റക്ക് എടുക്കണേ. കണ്ടോ പൊന്തണില്ലോ ഓനെ. ഇതാണ് ഞാൻ ഡയലി ഒറ്റക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത്. ഇന്നിപ്പോ ഞാൻ ഉണ്ടായത് കൊണ്ട് 5000 ഒരു ഗ്യാസും കുറ്റിന്ന് ഇറങ്ങണ എന്നോട്. 1 അല്ല 2 ഇത് മക്കളെ വെക്കണം കേട്ടോ. അടി 5000 എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാറി നിന്നാളെ കുട്ടികളെ മാറി നിന്നാളെ കുട്ടികളെ. അതിനിപ്പോ ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, 15-ാം തീയതി അല്ലേ. 5000 അങ്ങോട്ട് പച്ച നോട്ട കിട്ടുകയാണേ. ചെലവുണ്ട് കേട്ടോ തോനോ. വല്യമ്മാക്കൊരു 500ഉം ഞാൻ ഒരൊറ്റടിക്കരം വെള്ളം തെറിപ്പിച്ചു. എൻ്റെ മേത്തുക്കാണ് തെറിച്ചിന്. അല്ലെങ്കിൽ പെരീക്കൊരു 2 കിലോ ചിക്കനും ഒക്കെ ഇത് വാങ്ങിക്കൊടുക്കണം. കുടുംബം നോക്കിയാണ്ട് ഫസ്റ്റ് മുതൽ തന്നെ ശീലിക്കണം. സീറ്റിംഗ് ആക്കരുത്. പിന്നെ അമ്മക്കൊന്നും ഉണ്ടാവില്ല.
ഞാനൊക്കെ എനിക്കൊക്കെ അല്ല പേച്ച്. എനിക്ക് ഗ്യാസും കുറ്റി മാറ്റാനോ അറിയോ? ഈ അടപ്പ് തുറക്കാനോ അറിയാം എനിക്ക്? അത് തുറക്ക്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ തന്നെ ഇതൊക്കെ പഠിച്ചല്ലേ. അത് ഞാൻ പറഞ്ഞുതരേ. ഈ സാധനല്ലേ ഇത് ഇങ്ങോട്ട് വലിക്കുക. എങ്ങനെ വെച്ചാൽ ഈ സാധനം ഈ സ്പ്രിങ് ഇങ്ങോട്ട് വലിയുമ്പോഴാണ് അത് തുറയാ. പൊന്തിച്ച് ഇനി മേലക്കൊന്തി ഇതൊക്കെ പെരയിൽ കുടുങ്ങുമ്പോ പഠിച്ചേണ്ട സംഭവമാണ്. അല്ല വെറു വിളിച്ചായിട്ട് ഇങ്ങനെ നിന്നാണ്ട് പഠിച്ചതറിയോ? നമ്മൾ ഇതേമാതിരി കുടുങ്ങിയപ്പോ ആണ് അത് എങ്ങനെ കുടുങ്ങുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. അപ്പൊ ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചാലേ പെണ്ണട്ടി കുട്ടികളായി കണ്ട് വേറെ പെരീക്കട പോകുമ്പോ ഇതൊക്കെ പഠിച്ചേണ്ടി വരും. പെണ്ണ് കിട്ടിയാലല്ലേ സോനോ. ഇത് എങ്ങനെയാണ് കുറച്ച് ലൂസാണ്. ഗ്യാസ് നല്ല സ്മെല്ല്. പൊന്തിച്ച് കാണ്ട് ആ വെള്ളം അടിഭാഗം അത് മേലേക്ക് വലിച്ച എന്നിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അറിയോ നോക്കട്ടെ ഗൈസ്. ഒരു കുടുംബം നോക്കാറിഞ്ഞാൽ ചില്ലറ റിസ്ക് ആണോ നോട്ടെ. ഇവർക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവേ പെണ്ണെട്ടിയാണ് നല്ല സുഖമാണല്ലോ. ഇപ്പോ കുട്ടികളും ആയാലേ ഓൾക്ക് ചെലവിനും കൊടുത്താല് കൈ രണ്ടും കടയുണ്ട്. നല്ല മണുണ്ട്. പുറത്തു കൂടെ പോകുമ്പോഴൊക്കെ മണക്കുണ്ട്. അങ്ങനെ ലീക്ക് ആയതുകൊണ്ട് നീ കരപ്പ അടുത്ത് ഗ്യാസ് മാറ്റിയ മാതിരി എനിക്ക് അടുത്തൊന്നല്ല, അടുത്തന്നെ 2 മാസം മുന്നേ. അത് അടച്ചളന്നാലേ മറ്റേ കുറ്റിയേ മറ്റേ കുറ്റി ക്ലോസ് ചെയ്ത മോൾക്ക് ഓഫ് ആക്കല താക്കല ഓണാക്കല് ഓണാക്കലാണ് മോൾക്ക്. അത് അടച്ച ഞാൻ അതിലുള്ള മണം കൊണ്ടാണാവോ സ്മെല്ല്? അതൊന്നല്ല. ഇവിടെ പോകുമ്പോഴൊക്കെ ജയ് ഞാൻ പോയിട്ട് ചെക്ക് ചെയ്യേ കറക്റ്റ് ഇത് വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ പുല്ലാണ്ട് വൃത്തിയായി. അതുകൊണ്ട് ഇത് ഔത്തേക്ക് ഇടണം കേട്ടോ. ഇടണ്ടാന്നോ? ഔത്തേക്ക് ഇടണം. എവിടെ ഇടുക? പുറത്തിടാൻ പറ്റൂല. ഇതിങ്ങനെ മുറിച്ചാ മതി. എന്നിട്ട് ഒരു മുറി അത് ഇതേമാതിരി എന്തെങ്കിലും പരിപാടി വീഡിയോ എടുക്കലും ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇതേമാതിരി പുറത്ത് കൊണ്ടുവന്നിടാൻ ഇതിനൊക്കെ വലിയ സാധനം. ഇതിപ്പോ എടുത്തച്ചാൽ മടക്കിയാൽ മേലെ കൊണ്ടുപോയിട്ടാ ഒരു മുറി വേണമെങ്കിൽ തറവാട്ട് കൊടുക്കാറ്. ഇജ ഒരു മുറിഞ്ഞേ ആ മുറിച്ചെന്നെ വേണ്ട എടുത്താ കാലുമ്പോ കുത്തുവല്ലെങ്കിൽ അത് ഇതേമാതിരി നിലത്ത് ഇരുന്ന് കണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കലോ അങ്ങനെയൊക്കെ. 100 റുപ്യക്ക് ചിക്കന് എന്താ എത്ര റുപ്യക്ക്? 100 റുപ്യക്കോ? 300 ഉണ്ടാവില്ലേ? ഇന്നത്തെ 1000 റൗണ്ട് ആകാനായിട്ടോ. ഇതിനെത്രയായി? ഗ്യാസിന് എത്രയായി? ഗ്യാസ് തന്നെ ആയത് 950. 980. അത് നാളത്തെ 1000 പിടിച്ച. പിന്നെ എന്താ വാങ്ങ? പഴംപൊരി സമൂസ വാങ്ങാ. 5 സമൂസ 5 പഴംപൊരി വാങ്ങിക്കളാം. മതി. അപ്പൊ ഗൈസ് കാക്കുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കാക്കുവിന്റെ ബർത്ത്ഡേ ഇന്നല്ല 12-ാം തീയതി 12 മണി കഴിഞ്ഞാല് ഒക്ടോബർ 14. ഇപ്പൊ 11:45 ആയിക്കണ്. 12 മണി കഴിഞ്ഞാൽ കാക്കുവിന്റെ ബർത്ത്ഡേ ആയി. കാക്കുവിന് ഞങ്ങളൊരു നല്ല സർപ്രൈസ് കൊടുക്കാണ്. കാക്കു അറിഞ്ഞിട്ട് കാക്കുവിന് ഒരു ഐഡിയ ഇല്ല എന്താ കാക്കുവിന്റെ കാക്കുവിന്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടാറില്ല. കമന്റ് ലൈവിൽ കുറെ കമന്റ് കാക്കു കണ്ടിക്കണേ ചിലപ്പോ കാക്കുവിന് കത്തിക്ക ഓർമ്മ ഉണ്ടാവും. പക്ഷെ സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. അത് അടിപൊളി സർപ്രൈസ് ആട്ടെ നമ്മൾ കൊടുക്കാൻ കരുതിയിരിക്കണത്. കാക്കുല്ല ഇവിടെ. നമ്മള് മാത്രല്ല നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ടല്ലേ. അതെ, നമ്മൾ കാണിച്ചറിയില്ല വരുമ്പോ എന്തൊക്കെയാണ്. നമ്മളെ ചിലപ്പോ സർപ്രൈസ് ആവും. കാരണം കണ്ടുകാണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. മക്കളൊക്കെ നമ്മൾ അങ്ങോട്ട് പുറത്തായിട്ടാണ്. ഇബ്രുവിനും ഇച്ചും കുഞ്ഞോക്കും മാത്രമേ അറിയുള്ളൂ. വേറെ ആർക്കും. ഇബ്രു ആണ് ഇപ്പൊ വ്ലോഗ് എടുക്കുന്നത് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുട്ടികളെ ഉറക്കാതിരുന്നത്. അതെ അല്ലേ. വ്ളോഗിൽ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു കുട്ടികളെന്താ ഉറക്കാത്തേന്ന്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മക്കളെ ഒന്നും ഉറക്കാഞ്ഞത്. അപ്പൊ ഞാനൊക്കെ ആ ഒരു ഇതിലാട്ടെ കാക്കുവിന്റെ ഒരു റിയാക്ഷൻ കാക്കുവിന്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ്. അപ്പൊ നമുക്ക് ഇനി ഓല് വന്നിട്ട് കാണാല്ലേ. അതല്ല ഓണാക്കിയില്ലേ. അപ്പോ നമ്മള് പ്ലാൻ എന്താ വെച്ചാല് ജിബ്രാൻ പോണെന്ന് പറഞ്ഞാണ്ട് കാക്കുവിനെ വിളിച്ചെടുത്തു. അങ്ങനെ ആയാലും മതി. കാക്കുവിനെ ശരിക്കും വിളിച്ചിട്ട് കാക്കു വരുന്നില്ല. കുറച്ചേരം കൂടി കയ്യട്ടെ പറഞ്ഞ് നിക്കാണ്. പറഞ്ഞാണ്ട് ഞങ്ങൾ വിളിച്ചാനാണ് പ്ലാൻ ഇട്ടിരിക്കണത്. അത് വിളിച്ചോക്കല്ലേ? വിളിച്ചോക്ക. ഇജ്ജ് പറയണട്ടോ, പേടിച്ച് പറയണേ. ജിബ്രാനെ
ഹലോ കാക്കുവാടെ നോക്കൊന്ന് വേഗം വാ. ടീഷ ഇവിടുന്ന് വീണിട്ട് ഓള് കരച്ചിലും നിർത്തണില്ല, ഛർദിച്ചോണ്ട് വേഗം വാ. അനു ആണെങ്കിൽ പോവും ചെയ്തിക്കണ്. പെട്ടെന്ന് കേട്ടോ. കുട്ടി കൊടുക്കണതൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ വരുമ്പോ തന്നെ ഫോൺ ഓണാക്കിയൊക്കെ അല്ലെങ്കിൽ അൻഷിഫിനെ ഒന്ന് പ്രാങ്ക് ലൈവിലുണ്ട്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ആക്കിയതാ. ടിഷ ആണെങ്കിലോ നോലോളിച്ചോടുമില്ല, പെരുന്നോലോളിയാക്കാരോ. ഞാൻ അപ്പോഴും പറഞ്ഞു ജിബ്രാനെ പറയാറുണ്ട്. അപ്പൊ കുഞ്ഞു പറഞ്ഞു ഏൽക്കൂല, ഏൽക്കൂല, ക്ഷമിക്കണം കേട്ടോ. അതെ അതെ കാക്കുന് അത് വരൂലേ, അന്നാ ഒന്നും കൂടി പോയിക്കോട്ടെ അറി മുഴുവൻ പോയിട്ട് വരാറി. കൂട്ടനാ അതെ ഞങ്ങൾക്ക് അറിയാം. അല്ല നിങ്ങൾ കട കത്തിയിട്ട് നിങ്ങളിപ്പോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയോ? മൈക്കതാ ലൈവ് ഓണാക്കിട്ട് ഞാൻ കണ്ടില്ല ആ ഷെഡില്. Happy birthday to you, Kaku. Kaku live ല് ഞാൻ നല്ലൊരു കുപ്പായ കിട്ടുന്നില്ലേ? സർപ്രൈസ് അല്ലേ? പൂർണ്ണ നെക്സ്റ്റാണ് ഞാൻ. കുട്ടീനെ ആരെയും സംസാരിക്കാനാ? ഓളെ കൈ കൊടുക്കണം. ഓളെ കൈ ഞങ്ങൾ കുഞ്ഞാനെടുത്ത് വരാൻ ആരെ ഇപ്പൊ ഞാൻ വേണ്ടി അല്ല നിങ്ങളെ കൈ നിങ്ങൾ പിടിക്കൂലത് അൻഷിപ്പിനെ രണ്ട് കയ്യില് പിടിക്കണ. ഇതിപ്പോ എങ്ങനെ ഇപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ? ഇതൊക്കെ ഞങ്ങളൊക്കെ ഞാനറിയാതെ അന്യ പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കലുണ്ടടി. കുറച്ച് ടൈം വെച്ചാ അതിന്റെ കൊല്ലി കുടിച്ചു കറക്റ്റ് ടൈമിന് വരണട്ടോ പറഞ്ഞത് അവലോട്. ഞാൻ ഓളെ എങ്ങനെ അറിഞ്ഞു വിളിച്ചിക്കണേ? അവലോട് പറഞ്ഞിക്കണേ കുട്ടി വീണിക്കണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അറിയാണ്ടേ. ആ അങ്ങനെയൊക്കെ ഞാൻ അവിടെ എപ്പോ നിക്കണോല്ലേ അവിടെ നിൽക്കണ്ടോ? അതുപോലെ ഞാനിങ്ങനെ പോന്നപ്പോ അവിടെ 2 വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥലക്ക 11:15 വിളിച്ചില്ലേ ഇങ്ങക്ക്? അപ്പോല് വന്നിക്കണേ. ഇല്ലല്ല അത് ഞാനത് എഴുതി പിന്നെ ആ ലൈവ് കട്ടാക്കണ്ടേ ഇനി അപ്പൊ. എന്ത് ഹാപ്പി ബർത്ത്ഡേ എടാ മൈക്കുകൾ എവിടെ? ആ ഒന്നും ചെറുത്തന്നെ. കേക്ക് മക്കാണ് നോക്കിയാൽ കേക്ക് മുറിക്കാം. അപ്പൊ ഗൈസ് ഇനി വീഡിയോ എടുക്കണം എന്റെ ഫോണിലാട്ടോ. നല്ല ക്ലിയർ ഇല്ലേ ഗൈസ്?
മൈക്ക് പച്ചത്തിൽ ഇത് പൊളി പാന്റിന്റെ മേലെ ഷെഡില്ലേ ഞാൻ ഇപ്പൊ ശരിക്കും ഞാൻ ട്രൗസർ ഇട്ടിട്ടില്ലേ കായളഞ്ഞാണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കണേണ്ടല്ലോ മുറിച്ചാനായോ ഓക്കെ ആണോ ഫ്രെയിമിൽ വെക്കല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ക്ലിയർ ഉണ്ടാവുക എന്തുവാടാ ഇപ്പച്ചിന്റെ പോയിക്കൊന്നും അറിയില്ല ഇപ്പച്ചിന്റെ കേക്ക് കവർ ചെയ്യാനാ കേക്ക് ഞാൻ തോണിമ്പോ കേക്ക് 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 കട്ട് ചെയ്യും ഓക്കെ ആയിട്ടില്ല ഇത് റീൽസിക്ക് നിങ്ങൾ എടുക്കുവല്ലേ ഓല് സെറ്റ് ആക്കാറുണ്ടാ പിന്നെ നിങ്ങളോട് ഒന്ന് ഊതി വെക്കാം അതിന് ഓരോ പീസ് കിട്ടുമ്പോഴേ ടൈമല്ലേ നിങ്ങൾ എടുത്തിട്ടാ മതിയോ മുറിച്ചല്ലേ ഹാപ്പി ഫസ്റ്റ് പീസ് എനിക്ക് ഇത്രയും വലിയ ഒരു സർപ്രൈസ്, അതായത് ഞാൻ സർപ്രൈസും പ്രാങ്കൊക്കെ നമ്മൾ ചെയ്യലുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തിട്ടാണ് അധികം ചെയ്യല്. പക്ഷെ ഇത് അതായത് ഞാൻ കുട്ടി വീണു പറഞ്ഞപ്പോ ഛർദിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഓല് പറയാണ് കുട്ടി വീണു ഛർദിക്കുണ്ട് വേഗം വന്നോളെന്ന്. ഞാൻ ഒന്നല്ലെങ്കിൽ അപ്പൊ ഫസ്റ്റ് ആ ഒരു സർപ്രൈസ് ഇത്രയും വിജയകരമായി ഇതാക്കിയ. പക്ഷെ എനിക്ക് പറയാല്ലേ കുട്ടികളെ പേരില് ഇങ്ങനെ പറയരുത്, സർപ്രൈസ് ഇല്ലേലും വേണ്ടില്ല കേട്ടോ. വിഷമ ഒരു കടി ആ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അതുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയപ്പോ ഇത് സാധനം ഞാൻ ഇനായ കാക്കു എല്ലാവർക്കും ആയില്ലേ? ഹാപ്പി ബർത്ത്ഡേ ചേച്ചിന്റെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ എല്ലാ മക്കൾക്കും എല്ലാവരും കൂടെ വെക്കുക. ഇങ്ങോട്ട് വാ ഇനായ, ഇങ്ങോട്ട് വാ. ആദ്യണ്ടൊക്കെ തീറ്റ. അപ്പൊ ഇത്രയും വലിയൊരു പ്രാങ്ക് ആയിട്ടാണെങ്കിലും ഒരു ബർത്ത്ഡേ സർപ്രൈസ് എനിക്ക് തന്നതിൽ വിജയകരമായി ഇവര് വിജയിച്ചു അല്ലേ? ഭയങ്കരമായിട്ട് വിജയിച്ചു. കാരണം ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഇന്ന് ഇവരെ കണ്ടപ്പോ പെട്ടെന്ന് നിങ്ങളെ കണ്ടേക്കാൻ കരുതി കാക്കു പ്രതീക്ഷിച്ചു. ഞാൻ ബർത്ത്ഡേന്റെ കാര്യം തന്നെ മറന്നിക്കണി. ഞാൻ ഒക്ടോബറിൽ ഉണ്ട് നിനക്കറിയാം. ഞാൻ ഇവരെ കട കത്തിന് മലപ്പുറത്ത്. ഞാൻ ഇപ്പൊ പുതിയ എന്തെങ്കിലും പരിപാടി ആയി സഹതാപം എന്തെങ്കിലും ഒക്കെ കാട്ടിയാണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരികയാണെന്ന് കരുതിയില്ലേ? ഇതാണ് അപ്പോഴും കരുതിയിട്ടില്ല. എനിക്ക് ഓർമ്മയില്ലല്ലോ. പടച്ച റബ്ബിനു ഇതൊക്കെ ഉണ്ടല്ലോ. ഈ കുട്ടിന്റെ പേര് പറഞ്ഞ സത്യം പറഞ്ഞാൽ നല്ല ഇതുണ്ട് ഗൈസ്. ഇത് ഞാൻ അറിഞ്ഞിക്കണേ. ചെറിയൊരു ഡൗട്ട് എനിക്ക് ഉണ്ടെന്നുണ്ട്. ഞാനൊരു അടിയിലൊരു ട്രൗസറെങ്കിലും ഇട്ട് വന്നിനി. ഇത് ഞാൻ തുണി എടുക്കാണ്. അതെ, ഇതൊക്കെയാണ് ജീൻസിന്റെ മേലെ ഷെഡ് ഇട്ടാണ്ടുള്ള ഫോട്ടോ ആണ് പോലെ ഇതാക്കിയത്. അതെല്ലാവർക്കും കട്ട് ചെയ്ത് തരും, കട്ട് ചെയ്ത് തരും. കൈ ഇടണ്ട,
ഇനി ഇവർക്കൊക്കെ ഓരോ കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കാൻ പറയും കുഞ്ഞോളെ. നമ്മളെ ഇവർക്കൊക്കെ എല്ലാവർക്കും ഓരോ കഷ്ണം. ചെറിയൊരു ഗിഫ്റ്റ് അപ്പിന്റെ കായ ഇതൊക്കെ എനിക്ക് നഷ്ടമാണ് കാര്യം. ഇതൊക്കെ പൈസ തന്നെ എടുത്ത് എന്റെ കായ് കളഞ്ഞാണ്ട് ഈ കാരബല ഗിഫ്റ്റ് ഒക്കെ. കഴിച്ചിട്ട് വേണം പോവാൻ. പക്ഷെ ബിരിയാണി ഒന്നുമില്ല, എന്നാലും ഫുഡ് കഴിച്ചിട്ട് പോവാ. ഒരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്കുള്ള ബിരിയാണി സെറ്റ് ആക്കണം. ബിരിയാണി സെറ്റ് ആക്കണേ കാക്കുവിനോട് പറയണം. ചിക്കൻ വെച്ച് പോയത് ഞാൻ തിന്നും ചെയ്തിക്കണേ. ഞാൻ ചിക്കനെ കറി വെച്ചപ്പോ ഞാൻ പറഞ്ഞു കുറച്ചെടുക്കട്ടെ കാക്കുവോ. എന്റെ കയ്യിൽ ചിക്കൻ എടുക്കാൻ അന്നോട് ചോദിച്ചണോ? ഓൽക്ക് വേണ്ടി ഉണ്ടാക്കിയതാണത്. എന്നോട് പറയണ്ടേ, ഞാൻ ഫുള്ള് തിന്നൂലോ. കേക്ക് കൊടുക്കാനോ? എല്ലാവർക്കും കൊടുക്കട്ടോ. ഇനി അയക്കും. ഏതായാലും വ്ലോഗ് എടുക്ക. അതൊന്നല്ല വിറ്റ്. ഓനോട് ഞാൻ പറഞ്ഞു 12 മണിയാകുമ്പോ ഇവിടെ എത്തണ രാത്രി. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ട് ഉറങ്ങി നീച്ചിട്ട് വരാം. 2-3 വട്ടം വിളിച്ച് നീച്ചിട്ടില്ല. അപ്പൊ ഗൈസ് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് വന്നത് നമ്മുടെ ഷുഗർ ഫിൽസിന്റെ ടീമാണ്. ബോട്ടിൽ വന്ന് നട്ടപ്പാതിര 12 മണിക്ക് വന്നിട്ട് ഞാൻ കരുതിന് നാളെ വരുന്നതാണ്. പക്ഷെ ഓര് ഇന്ന് രാവിലെ എനിക്ക് വിളിച്ചു പറഞ്ഞേ ഞങ്ങൾ ഇന്ന് രാത്രി 12 മണിക്ക് അങ്ങോട്ട് വരും കേട്ടോ പറഞ്ഞു. ഞാൻ കടയൊക്കെ കത്തിയപ്പോ പിന്നെ ഞാൻ കടയൊക്കെ കത്തിയതാണല്ലോ. അപ്പൊ അതെന്തായി കത്തിയ കട മലപ്പുറത്തെ കട നമ്മൾ ഉഷാറാക്കി. മഞ്ചേരിത്തെ കടയാണ് കത്തിയില്ലേ? അത് അല്ലെങ്കിൽ ഒരു റിനോവേഷൻ നല്ലത് അടക്ക്. നിങ്ങൾ ഇൻഷുറൻസിനായിട്ട് കത്തിച്ചൊന്നല്ലേ? എടാ കേക്ക് മുറിച്ചെടുത്ത എല്ലാവർക്കും. ഏതായാലും റാഷിദ സമ്മതിച്ചിക്കണ തന്നെ വല്ലാത്തൊരു ജന്തു തന്നെ. ഒരു സൂചന നിക്കണ. ഇത് എത്ര പരിപാടി ഉഷാറാക്കാൻ പറ്റിയ പരിപാടി ഇത്. സൂചന തന്നാൽ സർപ്രൈസ് ആകുമോ? അത് നമുക്ക് അഭിനയിച്ചാ പോരെ? എല്ലാതും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യല്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇനിയിപ്പോ എന്റെ ഫോണിൽ എടുത്ത വീഡിയോ വ്ലോഗ് എടുത്തിക്കണ നിങ്ങള് ക്ലിയർ ഉണ്ടാവോ? എന്റെ ഫോണിലുള്ള ക്ലിയർ ഉണ്ടാവും. നിങ്ങൾ എത്ര എടുത്തിക്കണ? 15 മിനിറ്റ് സർപ്രൈസ്. ഏതായാലും ഞാനതിന് അങ്ങനെ ചെയ്യൂല. പിന്നെ എനിക്ക് എന്റെ കുട്ടിക്ക് വലിയ സങ്കടാവും. എന്റെ കാക്കൂന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പ്രതീക്ഷിക്കണില്ല. കാരണം എന്റെ ഒരു ലെവലാണ്. എനിക്കിതിപ്പോ ആഘോഷിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ എന്റെ സന്തോഷത്തിനാണ് കുട്ടിയത്. ഞാൻ ചിഞ്ചുവിനോട് പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തെ കൊല്ലം കാക്കൂന് ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്ത് അതിന് കാക്കു ഞാൻ ചീത്തറിഞ്ഞത്രക്കേന്ന്. ഞാൻ ഏതെപ്പോടെ വണ്ടികൾ വന്നിക്കണ നോക്കിയപ്പോ സത്യമായാല അപ്പൊ പൊളിഞ്ഞു വരുന്നീനി. അപ്പോഴും അപ്പൊ നിങ്ങക്ക് കത്തിയിട്ടില്ല. ഞാൻ ഓല് എന്തെങ്കിലും അതേ ഞാൻ ബ്ലോഗ് ഓഫ് ആക്കണ്ടിട്ട് പറഞ്ഞേ. കാരണം എനിക്ക് ഷുഗർ ഫിൽസിന്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതാവുമ്പോ ഓലിഞ്ഞ് വല്ല ലൈവിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് പ്രാങ്ക് ആണ് എന്നുള്ളത്. ഞാൻ എന്താ വിചാരിച്ച് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും നോക്കി. അപ്പൊ ചിഞ്ചുവിന്റെ ഫോണാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇബല് യൂട്യൂബ് ചാനല് തുടങ്ങാനുള്ള അങ്ങനൊക്കെ തിന്നണാക്കണം കേട്ടോ. മതിനായ കൊടുത്താ മതി. ആ കുട്ടിനെ പിടിച്ചോട്ടോ. അത് ഇങ്ങോട്ട് മൂന്നെത്തിയാലേ പിന്നെ ശരിക്ക് പോണ മാതിരിയാവും. പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടി. കുട്ടി പൂണ്ടില്ലല്ലോ. ഓൽക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞേ കാക്കു എന്തായാലും ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴും നിങ്ങൾ വരുന്നില്ലായിരുന്നു ഇത്രക്കല്ലേ. അപ്പൊ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അത് പറഞ്ഞാ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ എന്റെ മയ്യത്തിൽ ലൈവായിട്ട് കണ്ടുപോകാൻ ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തണം. സമയം പേക്കരുത് നിങ്ങള്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചാ പിന്നെ ബർത്ത്ഡേ ഉണ്ടാവില്ല, ഡെത്ത് ഡേ ആഘോഷിക്കേണ്ടി പറഞ്ഞതാ. അപ്പൊ അനു ആണ് ഇങ്ങോട് പറഞ്ഞത് പോലെ പറയണ്ട. ടിഷനെ പറഞ്ഞ കാക്കൂന് ഒരു ഇതുണ്ടാവുള്ളൂ,
ഒന്നും കൂടെ ഒരു ഇത് ഉണ്ടാകുള്ളൂ പറഞ്ഞാണ്ട് ആ ഐഡിയ അനുവിന്റെയാണ്. ഛർദിച്ചും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഈ തലക്കൊക്കെ പരിക്കറ്റിയാണ്. ഞാൻ എന്റെ മനസ്സിലിന്റെ ഞാൻ എന്റെ മനസ്സിലെന്താ ആംബുലൻസ് അങ്ങനത്തെ കേസൊക്കെയാണ് എന്നൊക്കെ കരുതിയാണ് അത്രയും പേടിച്ചാണ്ട് വരുന്നത്. ഞാൻ വിളിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയൂല. വാട്സപ്പിൽ മറ്റേ സോബളത്തിനൊക്കെ നല്ലോണം ടീഷ വീണ് നെറ്റി പൊട്ടി ചോര പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഛർദിച്ചാൻ പറഞ്ഞു. അതാണ് അതിലും വലിയ കേട്. ചെറിയൊരു മുറി അയക്കണ് വേഗം വന്നോളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ഞാൻ ഇന്നലെ അല്ലെങ്കിൽ തന്നെ സോബളത്തിനൊക്കെ ഫിറ്റ് ആക്കിയാണ് ഇനി അതിന്റെ കുരുത്തക്കേടും തട്ടിയ റബ്ബേ എന്നൊക്കെ കരുതിയാണ്ട് അങ്ങനെ വല്ലോ ആയ റബ്ബ് എഴുതിയാണല്ലോ പാഞ്ഞു വരവാ. നിങ്ങക്ക് ഇഷ്ടായോ? എങ്ങനെ ഇഷ്ടാക്കണേ? ഇഷ്ടായോ ചോദിച്ചാല് അങ്ങനത്തെ കാര്യങ്ങൾ പറയും. അതല്ല ഇഷ്ടായിട്ടൊന്നുമില്ല. ഒന്നും കൂടി മെച്ചപ്പെടുത്താ അടുത്ത സർപ്രൈസിന് കുട്ടിന്റെ പേരും പറഞ്ഞാണ്ട് ഇതാക്കിയത് അത്രേ ഉള്ളൂ. അതൊന്നും ശരിയില്ല. അത് പിന്നെ അത് നമുക്ക് എനിക്കെന്തെങ്കിലും അറ്റാക്ക് വന്നാലോ അത് കേട്ട് കണ്ട് ഇല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്. നിങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ട് അപ്പൊ കാക്കു വരൂലേ? എന്നാ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കളറി. ഞാൻ പിന്നെ എന്താ പറയാ ഇനി വിളിച്ചു ഇങ്ങനെ കുട്ടികൾക്ക് പരിക്കേറ്റിയാലൊക്കെ ഞാൻ ഏറ്റവും ചെറുതായിട്ട് പ്രതീക്ഷിക്കില്ല, ഈസി ആയിട്ട്. അവിടെ ബേജാറായാലില്ല. ഇപ്പൊ കൂട്ടിനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടാൽ ഭയങ്കര എന്താണ് പോട്ടെ അങ്ങനെ പോയി. പക്ഷെ ഞാൻ അങ്ങനെ കാവളൂല. ഞാൻ വന്നാലും പക്ഷെ ടീച്ചർ ഛർദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബേജാറ് ഇങ്ങോട്ട് പോന്നപ്പോ എന്താ റബ്ബെ പറ്റിക്കണാവോന്നൊക്കെ അങ്ങനത്തെ ഒരു തോന്നല് വന്നതിന്റെ ഇടയില്. അതെ അപ്പൊ ഓല് ഇവിടെ എത്തിക്കണം. ഓല് വന്നിട്ട് 10-15 മണിക്കൂറിന്റെ മുന്നേ അയക്കണം. ഓല് ഇവിടെ ഞാൻ അവിടെ 2 വണ്ടിയില് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഓന എന്നൊരിക്കണ ഇവിടെ ഇരിക്കണ ഞാൻ കണ്ടിക്കണേ. അഞ്ഞ കണ്ടിട്ടില്ല, ഞങ്ങൾ വേഗം പോന്നു. അവിടെ അഞ്ഞ കണ്ട ചെലപ്പോ എനിക്ക് ഡൗട്ട് അടിച്ചു പറഞ്ഞു കണ്ട് എങ്ങനെയാലും ഓനെ വിളിച്ച് റൂമിക്ക് എത്തിച്ചത് എന്നോട് അറിയുന്നത്. അപ്പൊ എങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ വരണ്ടേ? അവസാനം ഇട്ടതാണ് ഇത് ഇത് കരുതിങ്ങാണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. ലൈവ് നിങ്ങൾ വരുന്നില്ലേ? ഞാൻ അതിനാണ് ലൈവ് 12 മണി ആയില്ലേ, 11:30 ആയില്ലേ, വരുന്നില്ലേ ഇത് വരുന്നില്ലേ വെച്ച് പോയിക്ക. അവസാനം ഞാൻ ചീത്ത അറിയലോ തുടങ്ങി വരുന്നില്ലേ വെച്ചിട്ട്. ഏതായാലും അതൊന്നല്ല വിറ്റ് ചിഞ്ചുണ്ടായതുകൊണ്ട് പഠിച്ചു വരാൻ ഒരാളായി. അതല്ല ടോള് ഇന്റെ ഒപ്പം കട്ടൊക്കെ നിന്നതുകൊണ്ടാണ് ഇത് ഇത്തിരി സക്സസ് ആയത്. ചിഞ്ചു അന്റെ കട്ട ഫ്രണ്ടാ ചിഞ്ചു? എന്ത് കട്ടതോള്? അതൊന്നല്ല വിറ്റ് ഇറങ്ങാണ്ട് പറഞ്ഞ മനസ്സിലായില്ല. എന്താ സോനുവിനോട് അത് ഞാൻ പറഞ്ഞോ വ്ളോഗില്? സോനുവിനോട് ഞാൻ പറഞ്ഞേ ഇന്ന് രാവിലെ വന്നപ്പോ ഞാൻ സോനുവിനോട് ബാത്റൂം കിടക്കിട്ടോ ഒരു മിനിറ്റ്. അപ്പോഴത്തെ ഈ നിലത്തി സാധനം ഇങ്ങനെ മേടും തോറും അതിന്റെ എണ്ണം കൂടുട്ടോ. ഇബ്രാഹിമിനോടാ പറയണത്. ഞാൻ ഓൽക്കൊക്കെ വാണിംഗ് കൊടുത്താണ്. ആ ടൈല് പൊട്ടുന്ന എന്നോട് പറഞ്ഞ ഇരുമ്പാണ് അത് അടി. കേടെടുത്തണ്ടറിയാ കൊടുത്തത് റോസാപ്പൂവ്. ആ ഫ്ലവർ ഒന്നും കേടെടുത്തണ്ട. സോനുവിനോട് ഞാൻ പറഞ്ഞ് എന്താ ഒരു ഓന് വൈകുന്നേരേ സാധനം കൊണ്ടുവന്നപ്പോഴേ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് കാക്കുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു 12 മണിക്കോലൊക്കെ സെറ്റാക്കി വരാന്ന് പറഞ്ഞിക്കണേ. അപ്പോത്തിന് ഇവിടെ എത്തണം, വീഡിയോ എടുക്കണം നമുക്ക് പറഞ്ഞേ. ആയിക്കോട്ടെ പറഞ്ഞോ. ഞാൻ പെരിക്ക് പോയിട്ട് വരാറുണ്ട്. പെരിക്ക് പോയിട്ട് ഓന് വരുന്നില്ല. എന്നിട്ട് ഓൻ വിളിച്ചാൽ ഞാൻ ഒന്നും ഇറങ്ങിയിട്ട് വരാം. ഏതായാലും ഒരു 12 മണിക്കല്ലേ വരിക. ഒരു 11:45 വരെ ഞാൻ ഓനക്ക് വിളിച്ച് ഒരട്ടം ഫോൺ എടുത്തുങ്ങാണ്ട് കട്ടാക്കി ഇങ്ങാണ്ട് കടന്നു. ഉത്തരവാദിത്തമില്ല ക്യാമറമാനാണ്. അതല്ല സമയം ഒന്നാമത് 12 മണിയാണ്. ഓനും കുറ്റം പറയാൻ പറ്റൂല. പിന്നെ ഞാൻ ചിഞ്ചുനോട് പറഞ്ഞു ഇപ്പൊ നീച്ചാ തന്നെ ഓന് പേടിയാക്കാരോ, ഒറ്റക്ക് വരണ്ടേ അവിടുന്ന് ഇങ്ങോട്ട്. ഓനക്ക് ഇവിടെ കടന്നുറങ്ങിയാ മതിയേനിയും എന്നാ സുഖേനി നമുക്ക് വിളിച്ചാൽ. കള്ള് നിർത്തുകയാണ്. ഞാൻ എനിക്ക് കുഞ്ഞോളെ ഗിഫ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരട്ടെ ഗൈസ്. ഇപ്പൊ 2-3 കടയിൽ കയറിയിരിക്കണേ. ഇത് കടയിൽ നിന്ന് എടുത്ത് ഞാൻ മീശോയിൽ കുറെ ഇങ്ങനെ തപ്പിനിയല്ലോ. മീശോയിലാണ് നിങ്ങൾക്ക് അറിയില്ലേ എന്താ അതില്ലേ വാൻകോസ്റ്റർ അവിടുന്ന്. വില പറയാൻ പാടില്ല. ആ ഗിഫ്റ്റ് തന്നാ പിന്നെ വില അറിയാൻ പാടുണ്ടോ? അതല്ല നല്ല അടിപൊളി ഒരു ഹുഡി ഉണ്ട് അവിടെ. ഒരു വെള്ളമ്മല് എന്താ നീല പൂവായിട്ട്. പക്ഷെ അത് ആണുങ്ങൾക്ക് ഇടാൻ പറ്റൂല.
പക്ഷെ അങ്ങനത്തെ എടുക്കല് തനക്കിടാൻ വേണ്ടി ആണ് ഇതിപ്പോ ഞങ്ങൾക്ക് ചിഞ്ചുനോട് ഞാൻ വെച്ചതാണെങ്കിൽ നല്ലോണം പറ്റുകയും ചെയ്ത് നല്ല രസമുള്ളത് ഞങ്ങൾക്ക് അടുത്തൂടെ ഞങ്ങൾക്ക് ഇടാൻ വാങ്ങിയതല്ലേ. നാളെ ഞാൻ ഇത് ഇട്ടാണ്ടേക്കാരൻ ലൈവില് വരിക ഗൈസ്. രസമുണ്ടോ? രസമുണ്ടോ? നല്ല രസമുണ്ട്. ഞാൻ കണ്ണാടിയിലോ നോട്ടെ. കളർഫുൾ കൊറേ നോക്കി ഞാൻ ഗൈസ്. അപ്പൊ നമ്മളെ ഷുഗർ ഫിൽസാരേ ഫുഡൊക്കെ കഴിച്ചിട്ടാ പോയത്. കാരണം ഒരു ബിരിയാണി ഒക്കെ റെഡിയാക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സാധനം ഒന്നും വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ഓൾക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വല്ല പൊറോട്ടയും ചിക്കൻ പൊരിച്ചതൊക്കെ എന്തായിക്കണോ ഓൾക്ക് പറ്റിക്കണാവോ? നിങ്ങക്ക് പറ്റിയോ? നിങ്ങൾ തിന്നിനല്ലോ. നല്ല രസമുണ്ടല്ലോ. ഇഷ്ടായോ? നല്ല ലൂസില്ലേ? ഇടാൻ നല്ല സുഖല്ലേ? ഞാനൊന്ന് ഇട്ടോക്കിനി. ക്ലോത്ത് ഒക്കെ അല്ലേ നല്ല ഇവിടേക്കേ എനിക്ക് ഇതാണ് ഏറ്റവും പറ്റിയത്. മറ്റേ നമ്മളെ കുട്ടീൻ്റെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഭയങ്കര ടൈറ്റാ കഴുത്തിന്റെ അവിടെ. പക്ഷെ ഇത് ഭയങ്കര അതാവുമ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടിടക്ക എപ്പോഴും മറ്റേ ഇടുമ്പോ ഇടങ്ങിയത്. പിന്നെ അത് അത്രയും ലൂസ് ആയതുകൊണ്ടാണ് അങ്ങനെ സെല്ലോ ലാർജ് ആയിട്ടാണ് തോന്നുന്നത്. ഏറ്റവും വലുതെടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അൻഷിഫ് മൂനിക്കൽ. ഹാപ്പി ബർത്ത്ഡേ അൻഷിഫ് മൂനിക്കൽ. കേക്ക് തിന്നൊക്കെയല്ല കുളിച്ചൊക്കെയാണ് അല്ലേ? അപ്പൊ ഗൈസ് ആയിക്കോട്ടെ. ഇനി മറ്റൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ആശംസ. ഓക്കേ.